നമസ്കാരം. ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ മക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ മറ്റാർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. ഇനി അവർക്ക് ഒരുപക്ഷെ ഉപകാരമില്ല എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പലർക്കും അവരിത് തെരഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് അങ്ങ് ഒഴിവാക്കരുത്, ദയവായി ഒഴിവാക്കരുത്. ഈ ഒരു അവസരം മറ്റുള്ളവർക്ക് കൊടുക്കണം. ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ നടക്കുന്ന, മാന്യമായ ഒരു വരുമാനമില്ലാതെ, ഒരു തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ കണ്ണുനീര് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഒരു സർക്കാർ ജോലി അന്വേഷിച്ച് നടക്കുന്നവരാ നമ്മള്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോൺ എടുക്കാം, വീട് വെക്കാം, പിന്നെ കുറേശ്ശെ ആ ശമ്പളത്തിൽ നിന്ന് ലോൺ അടഞ്ഞു പൊക്കോളും. പിന്നെ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ പെൻഷൻ ആവും. ആ പെൻഷൻ കൊണ്ട് ആരെയും ആശ്രയിക്കാതെ മരണം വരെ ജീവിച്ചു പോകാം. ഇതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു സുരക്ഷിതമായ ഒരു ജോലി. സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് ഒരു സ്ഥിരതയില്ല. മുതലാളി പറഞ്ഞു വിടാണെങ്കിലും പോകണം. ഇനി എത്ര വലിയ കമ്പനി ആയാലും ടൈം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവൻ്റെ പെൻഷനും ഇല്ല, ഒരു കുന്തവും ഇല്ല, അവിടെ വെക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. എന്നാൽ സർക്കാർ ജോലി അങ്ങനെയല്ല, പെൻഷൻ കിട്ടും. എന്നാൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഒരു സ്വകാര്യ കമ്പനി. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തൊഴിലവസരം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൂടി ഞാൻ ഇവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ജോലി എന്താണെന്ന് പറഞ്ഞുതരാം. നെക്സസ് വെഞ്ചേഴ്സ് LLC എന്ന കമ്പനിയുടെ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനാണ് ഒന്നാമത്തെ പ്രൊജക്ട്. ഇനിയും പല പ്രൊജക്റ്റുകളും വരുന്നുണ്ട്. ERP വരുന്നുണ്ട്, മറ്റ് പല സംവിധാനങ്ങളും വരുന്നുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ഇതിനകത്ത് ആഡ് ഓൺ ആണ്, നിങ്ങൾക്ക് അധിക വരുമാനം കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലുള്ള നിലവിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളും സർവീസ് സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ആവശ്യമായ, എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, ആരാണത് ഒന്ന് സഹായിക്കുക എന്ന് കരുതി നോക്കിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ആമസോൺ പോലെ, ഫ്ലിപ്കാർട്ട് പോലെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. ഇത് പ്രാദേശിക കച്ചവടക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാം ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായതുകൊണ്ട് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ തിരഞ്ഞു നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള, ജോലിയിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾ പുറത്ത് ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് ഇതിലത് പറയാത്തത്. ഏതായാലും അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് കടക്കാർ, ഷോപ്പുകാർ കാത്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇനി നെക്സസ് വെഞ്ചേഴ്സിൽ എങ്ങനെയാണ് വരുമാനം എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുന്ന ജോലി എത്രയാണോ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണമെന്ന് കമ്പനി തീരുമാനിച്ചു. അതിനനുസരിച്ച് 40% സെയിൽസ് കമ്മീഷനും, പിന്നീട് എല്ലാ ഷോപ്പുകളും റിന്യൂ ചെയ്യുന്നുണ്ട്. റിന്യൂ ചെയ്യുമ്പോൾ അതിന് 20% റിന്യൂവൽ കമ്മീഷനും ആയിട്ട് നിങ്ങളുടെ ശമ്പളം ചുരുക്കി. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെറും 250 ഷോപ്പ് മാത്രമേ ഉള്ളൂ. അതും ഏറ്റവും ചെറിയ പാക്കേജിലാണ് അവർ ഉള്ളത് എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓരോ മാസവും ഏറ്റവും ചുരുങ്ങിയത് 15,000 രൂപ വീതം നിങ്ങൾക്കുണ്ടായിരിക്കും. വെറും 250 ഷോപ്പ് പോലും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 15,000 രൂപ ഉണ്ടാവും. ഒരു 500 ഷോപ്പ് ആണെങ്കിലോ അത് 30,000 ആയി മാറും. അത് 1000 ഷോപ്പ് ഉണ്ടെങ്കിലോ അത് 60,000 മാറും. അതായത് ഇങ്ങനെ ഷോപ്പുകളുടെ എണ്ണം, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഷോപ്പുകൾ ഓരോ ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ജോബ് തുടക്കത്തിൽ നമുക്ക് ശമ്പളം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5 കൊല്ലം മറ്റേത് കമ്പനിയിൽ ജോലി എടുത്താലും ഇങ്ങനെ ഇത്രയും ശമ്പളം കിട്ടുന്ന ആലോചിച്ച് നോക്കൂ. 5 കൊല്ലമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ജോബ്, ആ എക്സിക്യൂട്ടീവ് ജോബിന് ഈ 5 കൊല്ലമായിട്ട് എത്ര രൂപയുടെ ശമ്പള വർധന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ ഒരു ഫിക്സഡ് ശമ്പളം നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങളതിൽ കംഫർട്ടാണ്. പക്ഷേ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. നിങ്ങൾ ചെയ്തിട്ടുള്ള, ഇത്രയും കാലം ചെയ്തിട്ടുള്ള എല്ലാ സർവീസിനും റിന്യൂവൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ റിന്യൂവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1-2 വർഷം കഴിയുമ്പോൾ തന്നെ 1 ലക്ഷം രൂപയ്ക്ക് മേൽ സാലറി വാങ്ങുന്ന ഒരാളായി നിങ്ങൾ മാറിയിരിക്കും. എല്ലാ മാസവും സെയിൽസ് കമ്മീഷൻ അല്ല പറയുന്നത്. സെയിൽ ചെയ്ത ആപ്ലിക്കേഷനുകൾ ഷോപ്പുകൾക്ക് റിന്യൂവൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ കാരണത്താൽ നിങ്ങൾക്ക് റിന്യൂവൽ കമ്മീഷൻ മസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഒരു 4-5 കൊല്ലം കൊണ്ട് ഒരു 10,000-4,000 കടകൾ ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നൂടെ? ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ സേഫ് ആയിരിക്കും. ഇനി അതല്ല, ഒരു 5 കൊല്ലം കഴിഞ്ഞു, പിന്നെ കടകളൊന്നും ഇല്ല, അത് പോകാനും വയ്യ, ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ റിസൈൻ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പെൻഷനായി. 10% റിന്യൂവൽ കമ്മീഷൻ, നിങ്ങൾ ആ 10% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ചുരുങ്ങിയത് ഒരു 10-60,000 റുപ്യ ഉണ്ടാവും. അത് ഒരു 60,000 റുപ്യ അല്ലെങ്കിൽ ഒരു 75,000 റുപ്യ മാസം പെൻഷനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യകാലം അടിച്ചു പൊളിച്ചൂടെ? സ്വകാര്യ കമ്പനികൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയും, പക്ഷെ ആരും കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ കമ്പനി നിങ്ങൾക്ക് തരും. ഇതൊന്ന് ഓടിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനേക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടുകളും ബെനിഫിറ്റുകളും. എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതൊക്കെ വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് LLC എന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കരിയർ എന്നുള്ള പേജിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. ഒരു ലോക്കൽ ഫോമാണ്, ഒരു ചെറിയൊരു ഫോമാണ്. അത്യാവശ്യ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊരു ശരിക്കുള്ളൊരു ഫോമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണ്ട. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള അത്യാവശ്യ വിവരങ്ങൾ മാത്രം എഴുതിയിട്ടൊന്ന് സ്കാൻ ചെയ്ത് നിങ്ങളൊന്ന് മെയിൽ ചെയ്യും. മെയിൽ ചെയ്യേണ്ടത് ഏതിലേക്കാണെന്നുള്ളത് ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട്
നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യണം, ഇൻ്റർവ്യൂ ചെയ്യും. അല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് കൃത്യമായ ട്രെയിനിങ് തരും. അതിനുശേഷം നിങ്ങൾക്ക് ID നമ്പരും ID കാർഡും എല്ലാം ഉണ്ടാവും. അതിനുശേഷം ഒരു കമ്പനി ജോലിയായി നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പ്രൊമോഷനും കിട്ടും. ഇനി കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പെൻഷനും കിട്ടും. ഇത് കൂടുതൽ എന്താ വേണ്ടി? നമ്മൾ ചില കമ്പനികൾ പറയാറുണ്ട്, ഈ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആർക്കും ജോലി ചെയ്യാം. പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ജോലി ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. ഈ കമ്പനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾക്ക് മാന്യമായ ഒരു വരുമാനം ഇവിടെ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾ ഈ കമ്പനി തന്നെ ജോലി ചെയ്യൂ എന്ന് ആ ഒരു കോൺഫിഡൻസ് നെക്സസ് വെഞ്ചേഴ്സ് LLCക്ക് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ കൂടെ ഒന്ന് പറയാം. 18 വയസ്സ് കഴിഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആർക്കും, പ്രവർത്തിക്കാൻ കഴിയുള്ള ആർക്കും, ലൈനിൽ പോകാനുള്ളതാണ്, ലൈനിൽ പോയി സംസാരിക്കാനുള്ളതാണ്, ആ നിലയിലുള്ളവർ ബന്ധപ്പെട്ടാൽ മതി. പ്രൊമോഷനൊക്കെ സാധ്യതയുണ്ട്, പെൻഷന് സാധ്യതയുണ്ട്. കാര്യം ശരി തന്നെയാണ്. ലൈനിൽ പോകാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. nextwayllc.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലെ കരിയർ എന്നുള്ള പേജിൽ ഒരു കുഞ്ഞ് ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പേരും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അത് ഫില്ല് ചെയ്ത് അവിടെ ഒരു മെയിൽ ID വെച്ചിട്ടുണ്ട്. ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. career@focused.com എന്ന് പറഞ്ഞ മെയിലാണ്. അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കമ്പനി പരിശോധിക്കും. പരിശോധിച്ച ശേഷം ഏരിയ തിരിച്ചുകൊണ്ട് ചിലപ്പോൾ അതത് മേഖലയിൽ കമ്പനി മീറ്റിംഗ് വെക്കും. അതല്ലെങ്കിൽ നിങ്ങളുമായി ഓൺലൈനിൽ മീറ്റിംഗ് വെക്കും. അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഫോണിൽ വിളിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കും. അതിനൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം, അപ്പോഴാണ് ശരിക്കും ജോലിക്കുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ളത്. അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് പരിശീലനം കൂടെ കിട്ടിയ ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഇന്ന് തന്നെ ഫില്ല് ചെയ്ത് അയക്കാൻ മറക്കണ്ട.